തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ട് ദേശത്താണ് ആവണങ്ങാട്ട് പണിക്കരുടെ ഭവനം. ആ ഭവനത്തിൽ ഒരു കാലത്ത് ഒരു പുരുഷനല്ലാതെ മറ്റാരുമില്ലാതെ ആയിത്തീരുകയാണ്. ഒടുവിൽ ശേഷിച്ച ആ പണിക്കർ ഗുരുവായൂരിന് സമീപം കണ്ണഞ്ചിറ എന്ന സ്ഥലത്തു നിന്നും ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ഭവനത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ അവർക്ക് ഉണ്ണിത്താമനെന്നും കേളുണ്ണിയെന്നും 2 പുത്രന്മാരുണ്ടായി. ഒടുവിൽ പണിക്കർ തന്റെ സ്വത്തുക്കൾ മക്കൾക്കും ഭാര്യയ്ക്കും കൊടുത്ത ശേഷം പണിക്കർ മരണമടഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ മക്കൾക്കും ആവണങ്ങാട്ട് പണിക്കർ എന്ന പേര് തന്നെ കിട്ടി. ഉണ്ണിത്താമ പണിക്കരും കേളുണ്ണി പണിക്കരും മാതുല ഗ്രഹത്തിൽ പോയി താമസിച്ച ശേഷം അവിടുന്ന് മന്ത്രവിദ്യകൾ പഠിച്ച് വലിയ വിദ്വാൻമാരും മന്ത്രവാദികളുമായി തീർന്നു. അങ്ങനെ അവർ തിരിച്ച് അച്ഛന്റെ സ്ഥലമായ പെരിങ്ങോട്ടുകരയിൽ തിരിച്ചെത്തി താമസമുറപ്പിച്ചു. മന്ത്രവാദികൾക്കു അവരുടെ കർമ്മങ്ങൾ ശരിയായി ഫലിക്കുന്നതിന് ഏതെങ്കിലും ഒരു മൂർത്തിയെ സേവിച്ച് പ്രത്യക്ഷമായി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഉണ്ണിത്താമ പണിക്കരും കേളുണ്ണി പണിക്കരും ഗണപതിയെ സേവിച്ച് പ്രത്യക്ഷമാക്കി. അങ്ങനെ അവർ ആത്മാർത്ഥമായും പരമാർത്ഥമായും പല കാര്യങ്ങളും സാധിക്കുകയും സാധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അവർക്കു ഇതൊന്നും കൊണ്ട് തൃപ്തിയായില്ല. അക്കാലത്തു പഞ്ചനല്ലൂർ ഭട്ടതിരി എന്നൊരു മാന്ത്രികനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പക്കൽ 390 ചാത്തന്മാരുണ്ടായിരുന്നു. ആ ചാത്തന്മാർ മുഖേന ഭട്ടതിരിയും അനേകം കാര്യങ്ങൾ സാധിക്കുകയും അന്യർക്ക് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഗണപതിയെ കൊണ്ട് പണിക്കർക്ക് സാധിക്കാത്ത കാര്യം ഭട്ടതിരി ചാത്തന്മാരെ കൊണ്ട് സാധിച്ചിരുന്നു. ഗണപതിയെ കൊണ്ട് ദാസ്യപ്രവൃത്തി ഒന്നും ചെയ്യിക്കാൻ പറ്റാത്തതുകൊണ്ടും ചാത്തന്മാരെ കൊണ്ട് സകല പ്രവൃത്തികളും ചെയ്യിക്കാമായതുകൊണ്ടും ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിനായി പണിക്കരുടെ അടുത്ത് ചെല്ലുന്നതിനെ കാട്ടി ആളുകൾ ഭട്ടതിരിക്കുണ്ടായിരുന്നു. ഇതറിഞ്ഞപ്പോൾ ഉണ്ണിത്താമ പണിക്കർക്കും കേളുണ്ണി പണിക്കർക്കും ചാത്തനെ സ്വാധീനപ്പെടുത്തണം എന്ന് ഒരു ആഗ്രഹം തോന്നി.